ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും അങ്ങ് പരിഭ്രാന്തനാകും. എന്നാൽ ഇന്ന് നമ്മുടെ നേത്രങ്ങളിലെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പോലും ആരും തന്നെ ഇല്ല. ഇല്ല, നാം ഇപ്രകാരം പരാജയം സ്വീകരിക്കില്ല. നാം പരാജയം അംഗീകരിക്കാൻ പാടില്ല. നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നീ ഭവനത്തിനുള്ളിൽ ആരെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് പോലെ അനുഭവപ്പെടുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം രഘുരാജ്. നിരർഥകമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല ദേവദത്ത. നമ്മെ പോകാൻ അനുവദിക്കുക. നിന്റെ ഭവനത്തിനുള്ളിൽ നീ മഹാരാജാവിനെ ബന്ധിച്ചിരിക്കുന്നത് പോലെയാണല്ലോ സംസാരം. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ തിടുക്കത്തിൽ പോയതും വെറും കൈയോടെ തിരിച്ചു വന്നതും. ഇനി ഞങ്ങൾ പോകട്ടെ. നിൽക്കൂ, നിങ്ങൾ എല്ലാവരും നമ്മുടെ വാക്കുകൾ കേൾക്കൂ. നാം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതാണ്. നിൽക്കൂ, ശാന്തരാകൂ. നാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വെച്ചല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ, നടക്കൂ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കേൾക്കൂ കേൾക്കൂ സഹോദരങ്ങളെ, ഇതാ നിങ്ങളുടെ ഭാവി അധികാരി ദേവദത്തൻ. ഏതു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പോയത് അത് പൂർത്തീകരിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്ന് പറയാൻ നമ്മെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദേവദത്ത? എന്തുകൊണ്ട്? ഈ പ്രദേശത്ത് എന്ത് പ്രശ്നമാണുള്ളത്? പറയാനുള്ളതെല്ലാം ഇവിടെ വെച്ച് തന്നെ പറയൂ. പറയൂ. നീ ഏത് തരം മായാസ്ത്രം പ്രയോഗിച്ചാണ് മഹാരാജാവിനെ ബന്ദിയാക്കി കൊണ്ടുവന്നത്? പറയൂ. നമ്മുടെ ഭവനത്തിനുള്ളിൽ രാജകുമാരിയുണ്ട്. നാം എങ്ങനെയാണ് ഇവരെ തടയുന്നത്? ഈ മാർഗത്തിൽ തന്നെ എല്ലാവരും നിൽക്കുകയാണല്ലോ. ഇതുവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അല്പം പോലും ബുദ്ധിയല്ല. ഇതിനേക്കാൾ നല്ലത് പിൻഭാഗത്തുള്ള മാർഗത്തിലൂടെ പോകുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടുക മാത്രമാണ് ചെയ്യേണ്ടത്. നോക്കൂ രഘുരാജ്, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ നമുക്ക് ആരെയും ഒരു കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ദേവദത്ത. ഇന്ന് നാം ചോദിക്കുകയാണ്, നമ്മുടെ ഒപ്പമുള്ളവർ ചോദിക്കുകയാണ്. എന്നാൽ പിന്നീട് ഈ ഗ്രാമം മുഴുവൻ നിന്നോട് ഇതേ ചോദ്യം ചോദിക്കും. പറയൂ ദേവദത്ത, പറയൂ. എവിടെയാണ് നീ അപരാധിയെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്? എവിടെയാണ് രാജാവെന്ന് നമുക്ക് ഉത്തരം നൽകൂ. നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സ്വയം അവസാനിക്കാൻ നമ്മെ അനുവദിക്കൂ. എല്ലാവരും വന്നോളൂ. അരുത്, അവിടെ നിൽക്കൂ. അരുത്. നാം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതാണ്. ശാന്തരായി. എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? പറയൂ ദേവദത്ത, പറയൂ. യഥാർത്ഥത്തിൽ നാം എന്താണ് ഈ പറയുന്നത്? ബാക്കി എന്താണെന്ന് പറയൂ. നമുക്ക് മഹാരാജൻ വിക്രമദേവനെ കടത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. പറയൂ, നീ എത്ര തവണ തെളിയിക്കും ദേവദത്ത? പറയൂ, നീ എത്ര തവണ തെളിയിക്കും? യഥാർത്ഥത്തിൽ നീ അയോഗ്യനും നിർഗുണനുമാണെന്ന് നീ എത്ര തവണ തെളിയിക്കും? നിന്റെ വാക്കുകൾക്ക് യാതൊരു മൂല്യവുമില്ലേ?
നമ്മുടെ അധികാരിയെ വധിച്ചതിന്റെ പ്രതികാരം നിനക്ക് ഇതുവരെ നിറവേറ്റാൻ സാധിച്ചില്ലല്ലോ ദേവദത്ത. അദ്ദേഹം നിന്റെ പിതാവായിരുന്നിട്ട് കൂടി നീ കേവലം വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ പ്രതീക്ഷകൾ നിറക്കുകയാണ്. നിനക്ക് അധികാരിയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല.